മാവേലിക്കര സബ് ആർടി ഓഫീസ് സംസ്ഥാനത്തെ മികച്ച ഭിന്നശേഷി സൗഹൃദ ഓഫീസ്. സംസ്ഥാനത്തെ മികച്ച ഭിന്നശേഷി സൗഹൃദ ഓഫീസായി മാവേലിക്കര സബ് ആർടി ഓഫീസ് തെരഞ്ഞെടുക്കപ്പെട്ടു. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. നിരവധി ഭിന്നശേഷി സൗഹൃദ പ്രവർത്തനങ്ങളാണ് മാവേലിക്കര ജോയിന്റ് ആർടിഒ MG മനോജിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ നടത്തുന്നത്. ഭിന്നശേഷിയുള്ളവർക്ക് അനായാസമായി സേവനം ലഭിക്കുന്ന തരത്തിലാണ് ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലുള്ള ഭിന്നശേഷി സൗഹൃദ പ്രവർത്തനങ്ങളാണ് മാവേലിക്കര സബ് ആർടി ഓഫീസിന് സംസ്ഥാനത്തെ മികച്ച ഭിന്നശേഷി സൗഹൃദ ഓഫീസ് എന്ന പദവി നേടിക്കൊടുത്തത്. ഡിസംബർ 3 തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം കൈമാറും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭിന്നശേഷി സൗഹൃദമായ നിരവധി പ്രവർത്തനങ്ങളാണ് മാവേലിക്കര സബ് ആർടി ഓഫീസ് നടത്തിയത്. ഭിന്നശേഷിക്കാരായ അച്ഛനെയും മകളെയും സ്വകാര്യ ബസ്സിൽ നിന്ന് ഇറക്കിവിട്ട സംഭവത്തിൽ ഓഫീസ് നടത്തിയ ഇടപെടൽ പ്രശംസനീയമായിരുന്നു. തങ്ങളുടെ പരിമിതികൾ കൊണ്ട് യാത്രാക്ലേശം അനുഭവിച്ചിരുന്ന മെഴുകുതിരികൾ വിറ്റ് കുടുംബം പുലർത്തിയിരുന്ന ഭിന്നശേഷിക്കാരനായ വ്യക്തിയെയും കുടുംബത്തെയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പരുമല പള്ളിയങ്കണത്തിലെത്തിക്കുകയും പരാശ്രയമില്ലാതെ സ്വതന്ത്രമായി യാത്ര ചെയ്യുവാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുവാൻ വേണ്ട സഹായങ്ങൾ ചെയ്തതും നവകേരള സദസ്സിൽ വെച്ച് ഗതാഗത മന്ത്രി ലൈസൻസ് കൈമാറിയതും ഏറെ ശ്രദ്ധേയമായിരുന്നു. ലൈസൻസ് എടുക്കുവാനായി ഓഫീസിലെത്തിയ ഭിന്നശേഷി യുവതിക്ക് ഉപജീവനത്തിന് ലോട്ടറി വ്യാപാരം തുടങ്ങുവാൻ സഹായം ചെയ്തതും മാവേലിക്കര സബ് ആർടി ഓഫീസ് ജീവനക്കാരാണ്. ഭിന്നശേഷി യുവാവ് അനൂപിന് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മുഖ്യ സാന്നിധ്യം നൽകി ദേശീയ പതാക ഉയർത്തിച്ചതും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഈ വർഷം റിപ്പബ്ലിക് ദിനത്തിൽ ഉജ്ജ്വല ബാല്യ പുരസ്കാരം നേടിയ മുഹമ്മദ് യാസിനായിരുന്നു മുഖ്യാതിഥി. ഇരു കൈകളും ജന്മന നഷ്ടപ്പെട്ട യാസിൻ അന്ന് കീബോർഡിൽ സംഗീത വിരുന്നൊരുക്കി കാണികളെ വിസ്മയിപ്പിച്ചു.